ഈ ഹരിയാനയിലെയും പഞ്ചാബിലെയും ഒരുപക്ഷെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷെ രാജസ്ഥാനും ബംഗാളും അത്ഭുതകരമായ മാറ്റം, യുപിയും, ഈ 3 സ്റ്റേറ്റിലെ വലിയ മാറ്റമാണ്, മാറ്റത്തിന്റെ അലയൊലിയാണ് ആ സ്ക്രീനിൽ കാണുന്നത്. 220 എന്ന മാജിക്കൽ നമ്പർ എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യ സഖ്യത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും സാഹചര്യവും വെച്ച് 220 ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. അടൂർ പ്രകാശ് താഴേക്ക് വരുന്നു. 45 വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം, ഇനി CPM സ്വാധീന മേഖലകളാണ് എണ്ണാനുള്ളത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങലിലെ ഫലം മാറാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം കാസർഗോഡ്, തൃക്കരിപ്പൂരും പയ്യന്നൂരും കല്യാശ്ശേരിയുടെയും പ്രധാനപ്പെട്ട മേഖലകൾ എണ്ണിയിട്ടില്ല എന്നൊരു സൂചന വരുന്നു. യുപിയിൽ നിന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിവരം ഇപ്പോൾ ഡെസ്കിൽ നിന്ന് കിട്ടിയത്, ഈ അഖിലേഷ് യാദവിന്റെ കുടുംബത്തിലെ ബന്ധുക്കാർ എല്ലാവരും 5 പേരും 5 ഇടത്തിൽ ലീഡ് ചെയ്യുകയാണ്. ഭാര്യ, കസിൻ, അങ്ങനെ അടക്കമുള്ള അഖിലേഷ് യാദവ്, ഡിംപിൾ യാദവ്, ധർമ്മേന്ദ്ര, അക്ഷയ്, ആദിത്യ, അങ്ങനെ 5 പേരും 5 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. വിജയിക്കണമെന്ന് ഉറപ്പുള്ള ആളുകളെ മാത്രമാണ് മത്സരിപ്പിച്ചത്. അറിയാമല്ലോ, അഖിലേഷ് സ്ഥാനാർത്ഥിയായതുപോലും മുൻ നിശ്ചയിച്ച ആളെ മാറ്റി വന്ന് നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ തോറ്റുപോകും എന്നുള്ളതുകൊണ്ട്. അഭിലാഷ്, യുപിയിലെ 2 മണ്ഡലങ്ങളിലെ ലീഡ് നില അറിയണമെന്ന് മനസ്സ് പറയുന്നു. ഉന്നാവും ഹത്രാസ് നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിൽ ഇപ്പൊ ഈ റിസൾട്ട് കണ്ട് ചങ്ക് തകർന്നിരിക്കുന്ന CPM-കാർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല വാർത്ത. 2604 വോട്ടിന് മുഹമ്മദ് സലീം മുർഷിദാബാദിൽ ലീഡ് ചെയ്യുന്നു. അടുത്ത CPM-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡറാണ് മുഹമ്മദ് സലീം. ജയിച്ചാൽ ബംഗാളിൽ മുർഷിദാബാദിൽ മുഹമ്മദ് സലീം ലീഡ് ചെയ്യുന്നത് ആശ്വാസകരമായ. കഴിഞ്ഞ വർഷം 2.25 ലക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് മുർഷിദാബാദ്. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് തോൽപ്പിച്ചത്. അന്ന് CPM-ന് അവിടെ കിട്ടിയത് 1,77,000 വോട്ടുകളാണ്. CPM കോൺഗ്രസ് സഖ്യത്തിന് തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MP അബൂ താഹിർ ഖാനെ മറികടക്കാൻ കഴിയുമോ? ഇനിയും ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. മുർഷിദാബാദ് വീണ്ടും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മുന്നിലെത്തിയിട്ടുണ്ട്. 45-ൽ നിന്ന് 707 കൂട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നോക്കൂ, തിരുവനന്തപുരത്ത് 8000 ആകുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം ലീഡ് 8401 മാറുന്നു. 8401, 5000-ൽ നിന്ന് അത് 8401 മാറുകയാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് നില. എങ്കിലും തരൂർ ഇങ്ങനെ പിന്നിൽ പോകുമ്പോൾ തുടങ്ങാനുള്ള സമയമായി. എങ്കിലും ഏറ്റവും ഒടുവിൽ വരെ കാത്തിരിക്കേണ്ടി വരും തിരുവനന്തപുരം. അതുകൊണ്ട് ആരും ഈ ലീഡൊന്നും കണ്ട് ഒന്നും പ്രഡിക്ട് ചെയ്യേണ്ട. തിരുവനന്തപുരം എപ്പോഴും അങ്ങനെ തന്നെയാകും, ഇക്കുറിയും അങ്ങനെയാകും. ഇനി ഈ ലീഡ് വലിയ തോതിൽ ഒരു 20,000-ന് മുകളിലേക്ക് ഇനി രാജീവ് ചന്ദ്രശേഖരൻ ഉയർന്നു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഫലം BJP-ക്ക് അനുകൂലം. സുരേഷ് ഗോപി 35,809 വോട്ടുകൾക്കാണ് തൃശ്ശൂരിൽ ലീഡ് ചെയ്യുന്നത്. 35,809 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ. ഗുജറാത്തിലെ പഠാൻ അമ്പരപ്പിക്കുന്നു. ഗുജറാത്തിലെ പഠാനിൽ ചന്ദൻജി താക്കൂർ കോൺഗ്രസ് 16,091 വോട്ടിന് മുന്നിൽ എന്നുള്ളത് അമ്പരപ്പിക്കുന്ന വിഗ്രഹമാണ്. ഗുജറാത്തിൽ നിന്ന് റിസൾട്ട് അറിയാനുണ്ട്. ആയിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ വേറൊരു മണ്ഡലത്തിൽ നിന്നാണ് കോൺഗ്രസിന്റെ ലീഡ് നിലവരുന്നത്. ആനന്ദിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കോൺഗ്രസ് 10 BJP 16 JDS 2 12 സീറ്റാണ് കേട്ടോ. ഞാൻ കർണാടകത്തിൽ നില മെച്ചപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ സീറ്റേ കിട്ടിയിരുന്നുള്ളൂ. അതല്ല, ഇന്ന് ലീഡ് നിലയിൽ ആദ്യം 2, 3 അങ്ങനെ വന്നിപ്പോൾ 10 എന്നാണ് മധു പറയുന്നത്. വടകരയിൽ 32,418 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ, വടകരയുടെ ഷാഫി പറമ്പിൽ 33,000 കടന്നു. 33,755. ആലത്തൂരിൽ 8,306 വോട്ടുകൾക്ക്, ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 8,306 വോട്ടുകൾക്ക് ഏക കനൽത്തരിയാകാൻ കെ രാധാകൃഷ്ണൻ. ലീഡ് അല്പം കുറഞ്ഞു അഭിലാഷ്. നേരത്തെ അത് 9,000-ലധികം ഉണ്ടായിരുന്നു. അത് 9,900 ഉണ്ടായിരുന്നു. അത് 9,100 ഇപ്പോൾ 8,306 കുറഞ്ഞു. ആറ്റിങ്ങലിൽ നോക്കൂ, ഇതുവരെയുള്ള കണക്ക് വളരെ ക്ലോസ് ആണ്. 41,617 അടൂർ പ്രകാശ്, 40,910 വി ജോയ്, 35,635 വി മുരളീധരൻ. വളരെ നേരത്തെ ആദ്യം പറഞ്ഞ മണ്ഡലം കദൂർ സാഹിബിൽ അത് 50,000-ൽ പരം വോട്ടുകൾക്ക് ഒരു വർഷം മുമ്പ് ജയിലിലേക്ക് അയച്ച അമൃത്പാൽ സിംഗ് അവിടെ ലീഡ് ചെയ്യുന്നു. ബംഗാളിൽ അമിത്ഷാ 30 സീറ്റുകളിലെങ്കിലും പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 25 നിലവിൽ ലീഡ് ചെയ്യുന്നു. 10 സീറ്റിൽ മാത്രം കഴിഞ്ഞ തവണ 18 നേടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല, കഴിഞ്ഞ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചോ
അത് ആവർത്തിക്കപ്പെടുന്നു. ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് അമർപാൽ സിംഗ് ലീഡ് ചെയ്യുന്നത് 50,000-ൽ പുറം വോട്ടിൽ എന്നതടക്കമുള്ള പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ചാരിയിലും ചെറിയ ഒരു മാറ്റം വരുന്നുണ്ട്. 299, 221 എന്ന നിലയിലാണ്. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഈ കേരളത്തിലെ സസ്പെൻസ് ത്രില്ലർ അതിന്റെ എൻഡ് ക്ലൈമാക്സ് എപ്പോൾ വരും? തിരുവനന്തപുരത്ത് താമര വിരിയുമോ അതോ തരൂർ വീണ്ടും വിജയത്തുടർച്ചയാണോ? ഇതാ സ്ക്രീനിൽ കാണാം. 8404 അത്യാവശ്യം മെച്ചപ്പെട്ട ലീഡിൽ തന്നെ നിൽക്കുകയാണ് തിരുവനന്തപുരത്ത്. തുടങ്ങുകയാണ് 35,809 വോട്ടിന്റെ വലിയ മാർജിൻ. തലശ്ശേരിയിൽ 5-6 റൗണ്ടിൽ ഷംസീറിന്റെ തലശ്ശേരിയിൽ ഷാഫി മുന്നിൽ, 4-ാം റൗണ്ടിൽ മുന്നിലായിരുന്നു, 5-ാം റൗണ്ടിൽ മുന്നിലായിരുന്നു. ഇപ്പോൾ ഇത് 6-ാം നമ്പറിലും ഷാഫിയെ സംബന്ധിച്ച് ഇനി ഒരു തിരിച്ചിറക്കമില്ല. തലശ്ശേരിയിലെ മണ്ഡലങ്ങളിൽ ഷാഫി ലീഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഷാഫി പറമ്പിൽ ജയിക്കുന്നു എന്നാണ്. കാരണം തലശ്ശേരി CPM-നെ സംബന്ധിച്ച് അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഷാഫി പറമ്പിൽ ഇനി അധിക ഇപ്പോഴും കേരളത്തിൽ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് LDF CPM മുന്നിൽ നിൽക്കുന്നത്. അത് ആലത്തൂർ K രാധാകൃഷ്ണൻ മാത്രം. ബാക്കി 17 UDF, 2 BJP. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലീഡ് ഉയർത്തുകയാണ്. 2206 ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലീഡ് ഉയർത്തുന്നു. 15,400 ആന്റോ ആന്റണിയും ലീഡ് ഉയർത്തുന്നു.